വീണ്ടും ഒരു സ്തുതി ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ ജിനോബി ജോസാണ്. സഹോദരനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാവേളയിൽ ദൈവസന്നിധിയിലേക്ക് നാം ചേർന്നിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ചില വേദനകളും നൊമ്പരങ്ങളും ഉണ്ടാകും. എല്ലാവരും എനിക്കുണ്ട്, പക്ഷേ എനിക്കാരുമില്ലാത്ത ഒരു അനാഥത്വം, എനിക്കാരുമില്ല എന്ന ഒരു തോന്നൽ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ, ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ. പ്രിയ ദൈവജനമേ, ദൈവാത്മാവ് ഈ രാത്രിയിൽ നിന്നോട് പറയുന്നു, നിനക്ക് ഞാനുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഒരുപക്ഷെ നീ പാപിയായിരിക്കാം, നീ ഭാരങ്ങൾ പേറുന്ന വ്യക്തിയായിരിക്കാം, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാം, ഉത്കണ്ഠകൾ ഉണ്ടാവാം, നിരാശയുണ്ടാവാം. ഓർക്കുക, ദൈവം നിന്നോട് പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം അതൊരിക്കലും നിന്നെ വിട്ട് പിരിയുകയില്ല. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനം. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹം അത് നിന്നെ വിട്ടുപിരിയുകയില്ല. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. പ്രിയ ദൈവജനമേ, അമ്മ നിന്നെ സ്നേഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അപ്പൻ നിന്നെ സ്നേഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, നിന്റെ ജീവിത പങ്കാളി നിന്നെ സ്നേഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, നിന്റെ മക്കൾ നിന്നെ സ്നേഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ പരിധികളില്ലാത്ത ഒരു ദൈവം നിനക്കുണ്ട്. നിന്നെ ആഴമായി സ്നേഹിക്കുന്ന, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു യേശു തമ്പുരാൻ നിനക്കുണ്ട്. അവൻ നിന്നെ മാറോട് ചേർത്ത് പിടിക്കും, പരിധികളില്ലാതെ നിന്നെ സ്നേഹിക്കും. നിന്റെ ജീവിതം അവനായി കൊടുത്താൽ, നിന്റെ ജീവിതം അവന് വേണ്ടി മാറ്റിവെക്കുക. ഈ രാത്രിയിൽ ആ ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. മാറ്റമില്ലാത്ത ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നത്. കണ്ണുകൾ അടച്ച്, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്ത, നമുക്ക് വേണ്ടി ശരീരം മുഴുവൻ കീറിമുറിക്കപ്പെട്ട ആ 3 ആണികളിൽ മരിച്ച യേശു ഉണ്ടല്ലോ, ആ യേശു ഈ രാത്രിയിൽ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് നിന്നെ വിളിക്കുന്നു. ഇരുകരങ്ങളും അവന്റെ പക്കലേക്ക് ഉയർത്താം, ആ അപ്പന്റെ പക്കലേക്ക് ഇരുകരങ്ങളും നമുക്ക് ഉയർത്താം. സ്നേഹത്തോടെ അവനെ വിളിച്ച് നമുക്ക് ആരാധിക്കാം. എൻ്റെ യേശുവേ, നീ എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ യേശുവേ, നീ എന്നെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ കണ്ണുനീര് മായ്ക്കണമേ, എൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ, എൻ്റെ വേദനകൾ ഏറ്റെടുക്കണമേ, എൻ്റെ രോഗങ്ങൾ മാറ്റണമേ. ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് അവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, എൻ്റെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറിടാത്ത ദൈവം, മാറിടാത്ത ദൈവം,
മാറ്റമില്ലാത്ത ദൈവം നിന്റെ പാപങ്ങളെയും നിന്റെ ഭാരങ്ങളെയും അവൻ ഏറ്റെടുക്കും. അവൻ നിന്നെ സുഖപ്പെടുത്തും. അവനെ ഒന്ന് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. മാറിടാത്ത എൻ്റെ ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ, ഞാനിതാ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ആ യേശുവിനെ കണ്ടുകൊണ്ടായിരിക്കും. മാറ്റും നിന്റെ വേദന നീ വിശ്വസിക്കുന്നുവോ? പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നു വാ, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ നമ്മെ വിളിക്കുന്ന യേശുവിന്റെ പക്കലേക്ക് ചേർത്ത് വെക്കും. നീ രോഗിയായിരിക്കാം, ദുഃഖത്താൽ പീഡ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, യേശു നിന്നെ വിളിക്കും. അവൻ പറയുന്നു, മകനെ മകളെ, നീ എൻ്റെ അരികിലേക്ക് വാ, നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ അത് തിരിച്ചറിയുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എൻ്റെ അരികിലേക്ക് വാ. അവനോട് ചേർന്ന് നമുക്കായിരിക്കാം. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ നീ കടന്നു വാ. തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും, കടന്നു വാ, കടന്നു വാ. അതെ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, എന്റെ യേശുവേ എന്ന് വിളിക്കുന്നു. കടന്നു വാ. ഓ ദൈവ പൈതലേ, ഓ പ്രിയ മകനെ മകളെ, കടന്നു യേശുവിന്റെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്ക്. യേശു നിന്നെ
വിളിക്കുന്നു. കണ്ണുനീരെല്ലാം അവന് കൊടുക്കും. എത്ര തന്നെ ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആരൊക്കെ നിന്നെ മുറിപ്പെടുത്തിയാലും നിന്റെ മുറിവുകളെല്ലാം വച്ചു കെട്ടി നിന്നെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ യേശു അത്രമാത്രം നിന്നെ കരുതുന്നു. നിന്റെ യേശു അത്രമാത്രം നിന്നെ പരിഗണിക്കുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ തന്റെ കൈവെള്ളയിൽ കൺമണി പോലെ നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം, നിന്റെ തലമുടി നാരുപോലും എണ്ണിപ്പിട്ടപ്പെടുത്തിയിരിക്കുന്ന നിന്റെ ദൈവം. അതെ, ആ യേശുവിന്റെ സന്നിധിയിലേക്ക് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെക്കാം, കുടുംബങ്ങളെ ചേർത്ത് വെക്കാം. ഒരുമിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ലോകബന്ധം കൈവേടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും ഓ യേശുവേ, പാവനൻ സ്നേഹമോ ആരാധിക്കാം. അരികിലുണ്ട് കടന്നു വാ കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു അവന്റെ സ്നേഹത്തിലേക്ക്. കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. സ്നേഹമേ, കടന്നു വാ യേശുവേ, കടന്നു വാ യേശുവിന്റെ മാറാത്ത സ്നേഹം, അവന്റെ മാറാത്ത സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കും. നിന്നെ പരിഗണിക്കുന്ന യേശു, നിന്നെ സുഖപ്പെടുത്തുന്ന യേശു, നിന്നെ സൗഖ്യപ്പെടുത്തുന്ന യേശു, അവൻ ഈ രാത്രിയിൽ ഇതാ നിന്നെ തേടി വന്നിരിക്കുന്നു. ഇരു കരങ്ങളും നീട്ടി അവൻ നിന്നെ ഇതാ വിളിക്കുന്നു. എന്റെ യേശുവേ എന്ന് വിളിക്കാം. നമുക്ക് എന്റെ യേശുവേ എന്ന് വിളിക്കാം. ആരൊക്കെ ഹൃദയം മുറുകി പ്രാർത്ഥിക്കുന്നവോ, ആരൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവോ, അവരുടെ ജീവിതങ്ങളിലേക്ക് അവൻ തന്റെ ആത്മാവിനെ വർഷിക്കുന്ന നിമിഷങ്ങളാണിത്. അവൻ തന്റെ സൗഖ്യം ഒഴുക്കുന്ന നിമിഷങ്ങളാണിത്. എന്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. ഒരിക്കൽ കൂടി അവനെ ആരാധിക്കാം. ദൈവമേ, നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികളായ ഞങ്ങളിലേക്ക്, ബലഹീനമായ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വരണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, നിന്റെ സാന്നിധ്യം നൽകണമേ, ഞങ്ങളുടെ ബന്ധനങ്ങളെ വിടുവിക്കണമേ, തകർച്ചകളെ മാറ്റണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. യേശുവേ 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 യേശുവേ. ആബാ 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 ആബാ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം നൽകണമേ. അഗ്നിയായി, അഭിഷേകമായി ഞങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, തകർച്ചകളിലേക്ക് വരണമേ, വേദനകളിലേക്ക് വരണമേ, കണ്ണുനീരിലേക്ക് വരണമേ. ഓ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹാലാ 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 ഹാലാ. ആത്മാവേ 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 ആത്മാവേ, ഞങ്ങളിലേക്ക് വരണം, ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. Praise the Lord. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ സാധിക്കും. ജോഷുവ മോശയ്ക്ക് ശേഷം തൻ്റെ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ ദൈവം നിയോഗിച്ച മനുഷ്യൻ. ജോഷുവ ദൈവത്തോട് പറഞ്ഞു, മോശയുടെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്, ചെങ്കടൽ വിഭജിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ദൈവമേ, ഈ ജനത്തെ നയിക്കുവാൻ, ഈ ജനത്തെ നീ കാണിച്ചു തരുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ അതിനുള്ള ധൈര്യം എനിക്കില്ല. ദൈവമായ കർത്താവ് ജോഷുവയോട് പറഞ്ഞൊരു വാചകമുണ്ട്. 6-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ കൈവിടാതെ നമ്മുടെ കൂടെ നടക്കുന്നവനാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം. നമ്മെ കൈവിടാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ ആരാധിക്കുവാനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സന്തോഷത്തോടെ ഈ നിമിഷങ്ങളിൽ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ കൂടെ നടക്കുന്ന, കൂടെ സഞ്ചരിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കാക്കുന്ന ആ നല്ലവനായ ദൈവത്തെ ഈ നിമിഷങ്ങളിൽ കരങ്ങൾ അടിച്ച് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. താളത്തോടെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് യേശുവന്റെ കൂടെയുണ്ട്, ഭയമില്ലെനിക്കൊരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ഇന്നെന്റെ ജീവിതം ധന്യമാ, ഇനി എന്റെ നാളുകൾ നാഥന. ഇന്നെന്റെ ജീവിതം ധന്യമാ, ഇനി എന്റെ നാളുകൾ നാഥന. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. യേശുവന്റെ കൂടെയുണ്ട്, ഭയമില്ലെനിക്കൊരു നാളും. കർത്തനെന്നെ കൈവിടില്ല, മറക്കില്ലെന്നേ ഒരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കാലുകൾ മാറ്റിച്ചവിട്ടി
മാറിയല്ലോ പാരിടം സ്വർഗമായി. ആത്മാവിനാ നിറഞ്ഞല്ലോ ഞാൻ അതിരില്ലാത്ത ആനന്ദമേ. ഭാരമെല്ലാം മാറിയല്ലോ പാരിടം സ്വർഗമായി. ഇന്നെന്റെ ജീവിതം ധന്യമാ ഇനി എന്റെ നാളുകൾ മാറണം. ഇന്നെന്റെ ജീവിതം ധന്യമാ ഇനി എന്റെ നാളുകൾ മാറണം. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞു പോയി. യേശുവന്റെ കൂടെയുണ്ട് ഭയമില്ലെനിക്കൊരു നാളും. കർത്തനെന്നെ കൈവിടില്ല മറക്കില്ലെന്നേ ഒരു നാളും. ആകുലത തെല്ലുമില്ല അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല അരികിലുണ്ട് ഈശോനാഥൻ. സന്തോഷത്തോടെ ആരാധിക്കാം. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് കൂടെയുള്ള യേശുവിനെ കണ്ട് ആകുലതകൾ മറന്ന് ഭാരങ്ങൾ കൊടുത്ത് സന്തോഷത്തോടെ ആഴിയിലെ ആഴങ്ങളിൽ അലയുന്ന വേളകളിൽ ആലംബമായി ആശ്രയമായി അവിടുന്ന് എന്നെ രക്ഷിക്കും. ആഴിയിലെ ആഴങ്ങളിൽ അലയുന്ന വേളകളിൽ ആലംബമായി ആശ്രയമായി അവിടുന്ന് എന്നെ രക്ഷിക്കും. കരങ്ങളുയർത്തേ. ഇന്നെന്റെ ജീവിതം ധന്യമാ ഇനി എന്റെ നാളുകൾ മാറണം. ഇന്നെന്റെ ജീവിതം ധന്യമാ ഇനി എന്റെ നാളുകൾ മാറണം. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. യേശുവന്റെ കൂടെയുണ്ട് ഭയമില്ലെനിക്കൊരു നാളും. കർത്തനെന്നെ കൈവിടില്ല മറക്കില്ലെന്നേ ഒരു നാളും. ആകുലത തെല്ലുമില്ല അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല അരികിലുണ്ട് ഈശോനാഥൻ. ഇന്നെന്റെ ജീവിതം ധന്യമാ ഇനി എന്റെ നാളുകൾ മാറണം. ഇന്നെന്റെ ജീവിതം ധന്യമാ ഇനി എന്റെ നാളുകൾ മാറണം. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. അവിടെ ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ആ നാഥന്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത്, നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത്, നമ്മുടെ ആകുലതകൾ ഏറ്റെടുത്ത്, നമ്മുടെ നൊമ്പരങ്ങൾ ഏറ്റെടുത്ത ആ നല്ല നാഥന്റെ പക്കലേക്ക് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് യേശുവേ എന്ന് വിളിച്ചാരാധിക്കുക. നമുക്ക് അവനെ ആരാധിക്കുക സർവശക്തിയോടെ. സ്തുതികളിൽ വസിക്കുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരണമേ, വരണമേ, വരണമേ. നാഥ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.